കുട്ടികളെല്ലാം ടെൻഷനോടെ പരീക്ഷാഫലം കാത്തു നിൽക്കുമ്പോൾ സൈനുവിന് ഒരു ടെൻഷനുമില്ലായിരുന്നു. സൈനു ടെൻഷനില്ലാതെ ദിവസങ്ങൾ നീക്കവേ പരീക്ഷാഫലം വന്നു. സൈനു തോറ്റു. തോറ്റതിൽ അവൾക്കൊരു കുലുക്കവുമില്ല. സുന്ദരിയായ താൻ തോറ്റാലും ജയിച്ചതിന് തുല്യമാണെന്ന മനോഭാവമാണ് അവൾക്ക്. തൻ്റെ സൗന്ദര്യത്തിന് ഏത് സൗഭാഗ്യത്തെയും വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാമെന്ന വ്യാചിന്തയുമുണ്ട് ഈ സുന്ദരിക്ക്. 10 ജയിച്ചാലും സൈനുവിന് പഠിക്കാനോ ജോലിക്ക് പോവാനോ ആഗ്രഹമില്ല. ഗൾഫുകാരൻ സുന്ദരൻ വന്ന് കെട്ടിക്കൊണ്ട് അവനൊപ്പം ഗൾഫിലേക്ക് പറക്കാനാണ് അവൾക്ക് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കാനുള്ള സൗന്ദര്യം അവൾക്ക് വേണ്ടുവോളം ഉണ്ടെന്ന് അവൾക്കറിയാം. തുടർന്ന് 10ാം ക്ലാസ് എഴുതാൻ സൈനു ആഗ്രഹം പ്രകടിപ്പിച്ചതേയില്ല. നല്ല ചെക്കനൊത്തു വന്നാൽ കല്യാണം കഴിപ്പിച്ചയക്കാമെന്ന് സൈനബയും ചിന്തിച്ചു. സൈനു എന്ന സുന്ദരിയെ കണ്ടും ചോദിച്ചും ഒരുപാട് ചെക്കന്മാർ കാണാൻ വന്നു. പണക്കാരും പണമില്ലാത്തവരും. പണമില്ലാത്തവരുടെയും സൗന്ദര്യമില്ലാത്തവരുടെയും ആലോചന സൈനു ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് തട്ടിക്കളയും. എന്നാൽ പണവും സൗന്ദര്യവും ഒത്തിണങ്ങി വന്നാൽ സൈനു സമ്മതമോളും. എന്നാൽ സൈനുവിൻ്റെ ചെറ്റക്കുടിലും മറ്റു വകയില്ലാത്ത ചുറ്റുപാടുകളുമൊക്കെ കാണുമ്പോൾ ആ ആലോചനകളെല്ലാം മുടങ്ങും. ചില പയ്യന്മാർ തനിക്ക് ഈ സുന്ദരിക്കുട്ടിയെ മതിയെന്ന് വെക്കുമ്പോൾ അവൻ്റെ വീട്ടിലെ വാപ്പയും കാർന്നോന്മാരുമെല്ലാം ഓരോ വക കാര്യങ്ങളും പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കും. എടാ, സൗന്ദര്യം കണ്ട് ഒരു വകയില്ലാത്ത അവളെ കെട്ടിയ ഇങ്ങ് കുടുങ്ങല്ലുള്ളൂ. സ്വർണ്ണയും പൈസയും കിട്ടാതെ പോട്ടേന്ന് വെക്കുക. കയറി ചെല്ലാൻ പറ്റിയ ഒരു പോരണ്ടോൽക്ക്. എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല ഉള്ളെടുത്തുനിന്ന് നല്ലോണം പൊന്നും പൈസയും കാറും ഒക്കെ വാങ്ങിയല്ലേ പെണ്ണിട്ട്. ഓളെ കെട്ടിയ ഒന്ന് സൽക്കാരത്തിന് പോലും എൻ്റെ കൂട്ടുകാരെയും കൊണ്ട് ആ ചെറ്റക്കുടിയിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഒന്നും ചിന്തിക്കാണ്ട് ഓളെ മോറ് കണ്ടു കെട്ടിയ ഇനി കുടുങ്ങുകയുള്ളൂ. അവസാനം ഓളെ പൊരേക്കുള്ള ചിലവും ഇനി അങ്ങ് കൊടുക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട, ചിന്തിച്ചോക്കിഞ്ഞി. കാർന്നോന്മാർ ഓരോ വക കാര്യങ്ങൾ പറഞ്ഞും ചോദിച്ചും ചെക്കൻ്റെ മനസ്സ് മാറ്റും. അതോടെ ആ ആലോചനയും മുടങ്ങും. സൈനു തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആലോചനകൾ വേണ്ടാന്ന് വെച്ചതിൽ അവൾക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആലോചനകൾ തന്നെ വേണ്ടെന്ന് വെച്ച കാരണം കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. എന്ത്? സുന്ദരിയായ തന്നെ പണമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടെന്നോ? എന്താ താൻ ഈ കേട്ടത്? അവളുടെ അഹങ്കാരം പിടിച്ച മനസ്സിൽ ആ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മകളുടെ കാര്യമോർത്ത് സൈനബ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. മകളുടെ ആഗ്രഹത്തിനൊത്തുള്ള ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്തു കൊടുക്കാൻ സൈനബക്ക് കഴിയുമായിരുന്നില്ല. നിസ്സഹായയായിരുന്നു അവർ. വലിയ വീടുകളിൽ വീട്ടുജോലിക്കും പുറമെ കൈപ്പണി ജോലിക്കുമൊക്കെ പോയാണ് സൈനബ മക്കളെ പോറ്റിയിരുന്നത്. ഇതിനിടയിൽ സൈനബ അസ്തമരോഗിയായി കഴിഞ്ഞിരുന്നു. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഓരോന്നായി നീങ്ങിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ആസ്തമരോഗം മൂർച്ഛിച്ച് 2 വർഷത്തോളം കിടപ്പിലായ സൈനബ മരിച്ചു. ഉമ്മ കിടപ്പിലായപ്പോൾ കുടുംബം പോറ്റാൻ അനിയൻ റസാക്ക് കിട്ടുന്ന ജോലിക്ക് പോയിരുന്നു. അനിയൻ കല്യാണപ്രായമെത്തിയപ്പോഴാണ് സൈനു ശരിക്കും തന്നെക്കുറിച്ചോർത്ത് നെട്ടിയത്. ഇനി ആര് വന്നാലും കെട്ടാമെന്ന ചിന്ത സൈനുവിന് വന്നപ്പോൾ 2ാം കെട്ടുകാരുടെ ആലോചനയാണ് അവളെ തേടിയെത്തിയത്. അതോടെ സൈനു വല്ലാതെ തകർന്നു വാടി തളർന്നു പോയിരുന്നു. ടെൻഷൻ കാരണം തുടുത്ത കവിളുകളിൽ ചുളിവ് വന്നു തുടങ്ങിയിരുന്നു. കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടു പോയിരുന്നു. 2ാം കെട്ടുകാരുടെ ആലോചനയിൽ സൈനു ഒട്ടും തൃപ്തിയല്ലായിരുന്നു. ഇനിയും പെങ്ങളുടെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ
തനിക്കും നല്ല ആലോചന വരില്ലെന്ന് ചിന്തിച്ച അനിയൻ റസാക്ക് ഒത്തുവന്ന ആലോചന തള്ളിക്കളയാതെ കല്യാണം കഴിച്ചു.